ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് രാസലഹരി എത്തിച്ചിരുന്ന ഹരിയാനയിലെ രാസലഹരി കിച്ചൺ പൂട്ടിച്ച് കേരള പോലീസ്. ഇന്ന് വന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. കാര്യം ഉറവിടത്തിൽ പോയി കേരള പോലീസ് വിലസി എന്നുള്ളതാണ്. ഉറവിടം തകർക്കാനുള്ള ശ്രമം ഹരിയാനയിലുണ്ടായി. ഹരിയാന പോലീസിൻ്റെയും ഒക്കെ തന്നെ സഹായത്തോടെയാണ് നമുക്കത് ചെയ്യാൻ കഴിയുന്നത്. ഡൽഹി പോലീസും ഉണ്ടായിരുന്നു. ഹരിയാന ഗുരുഗ്രാമിലെ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ പ്രവർത്തിച്ചിരുന്ന ഉറവിട കേന്ദ്രത്തിലാണ് കേരള പോലീസ് ഇന്ന് പൂട്ടിട്ടത്. പല സംസ്ഥാനങ്ങൾക്കും കഴിയാതിരുന്ന ഒരു കാര്യം അതിസാഹസികമായി ഇന്ന് കേരള പോലീസ് നടപ്പിലാക്കി. നൈജീരിയയിലെ അഴിമതിയും തൊഴിലില്ലായ്മയുമാണ് തങ്ങളെ ഈ നിലയിൽ എത്തിച്ചതെന്നാണ് പ്രതികൾ 24-നോട് പറഞ്ഞത്. കേരളമടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് ലഹരി എത്തിക്കുന്ന സംഘത്തെയാണ് കേരള പോലീസ് ഹരിയാനയിലെത്തി പൂട്ടിയത്. ഗുരുഗ്രാം ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ പ്രവർത്തിക്കുന്ന രാസലഹരി കിച്ചൺ ഹരിയാന ഡൽഹി പോലീസുകളുടെ സഹായത്തോടെയാണ് കോഴിക്കോട് ടൗൺ പോലീസ് റെയ്ഡ് ചെയ്തത്. കേന്ദ്രത്തിലുണ്ടായിരുന്ന 3 പേരാണ് പിടിയിലായത്. നൈജീരിയൻ പൗരന്മാരായ ഉഗോ ചോക്യു ജോൺ, ഹെൻറി ഒന്നുചോക്യു, ഒക്കോലി റൊമാനസ് എന്നിവരാണ് പിടിയിലായത്. കോഴിക്കോട്ട് എത്തിച്ച പ്രതികളെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി. നൈജീരിയയിലെ അഴിമതിയും തൊഴിലില്ലായ്മയും കാരണമാണ് തങ്ങൾ ഇങ്ങനെ ആയതെന്നാണ് പ്രതികൾ പറയുന്നത്. We are so embarrassed. We are not proud of to be in Nigeria anymore. We are passing hell all over the country, Mr. President Tinubu. We are not proud of you, sir. You can do better. 2025 ഫെബ്രുവരിയിൽ കോഴിക്കോട് നടന്ന MDMA വേട്ടയാണ് ഈ ഹരിയാന ഓപ്പറേഷനിലേക്ക് കോഴിക്കോട് ടൗൺ പോലീസിനെ നയിച്ചത്. ലഹരി ഉറവിടം തകർത്തത് അഭിമാനകരമായ നേട്ടമെന്ന് മന്ത്രി MB രാജേഷ് 24-നോട് പറഞ്ഞു. കേരളം എത്ര ശക്തമായിട്ടും ഫലപ്രദമായിട്ടുമാണ് ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കുന്നത് എന്ന് തെളിയിക്കുന്ന രണ്ടാമത്തെ വലിയ വേട്ടയാണിത് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. പ്രതികളിൽ നിന്ന് 42 മൊബൈൽ ഫോണുകൾ, ത്രാസുകൾ, ലഹരി വസ്തുക്കൾ പാക്ക് ചെയ്യാനുള്ള സാധനങ്ങൾ എന്നിവയെല്ലാം കണ്ടെടുത്തിട്ടുണ്ട്. രാസലഹരിയുടെ ഇത്ര വലിയ കിച്ചൺ പൂട്ടിക്കുന്നത് രാജ്യത്ത് തന്നെ ആദ്യം. കേരള പോലീസിന് അഭിമാനിക്കാവുന്ന നേട്ടമാണ് കോഴിക്കോട് ടൗൺ പോലീസ് സമ്മാനിച്ചത്. വിഷ്ണു കച്ചേരിയുടെ ദൃശ്യങ്ങൾക്കൊപ്പം നിഖിൽ പ്രമേഷ്, 24 കോഴിക്കോട്.